നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. ഭരണി നാളുകാരെ സംബന്ധിച്ച് 1202 ആണ്ട് പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭരണി നാളുകാർക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. വ്യാഴം വലിയ ദോഷമില്ലാതെയാണ് നിൽക്കുന്നത്, ഉച്ചക്ഷേത്രത്തിലുമാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. സാമ്പത്തികമായി നല്ല പുരോഗതി കൈവരിക്കാൻ വേണ്ട വഴികൾ തുറന്നെടുക്കാനാണ് നിങ്ങൾക്ക് പറ്റുക. വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടുമെന്ന് ചുരുക്കം. നല്ല രീതിയിൽ ശ്രദ്ധാപൂർവം പരിശ്രമിച്ചാൽ സ്വന്തമായി വിവിധ മേഖലകളിൽ പുരോഗതി പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. കൂടുതൽ ലാഭകരമായി നിങ്ങളുടെ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് കസ്റ്റമർമാരുമായി നല്ല ഊഷ്മളമായ ബന്ധം നിലനിർത്താനും അതുവഴി നിങ്ങളുടെ കച്ചവടം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനുള്ള അവസരമുണ്ടാകും. ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിൽ പ്രവേശിച്ച് ബിസിനസ് ചെയ്യാനും നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും. അത് ഒരു പ്രത്യേക നേട്ടമാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന മേഖല ഇങ്ങനെ വിപുലമായി വരുന്തോറും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെന്ന ബിസിനസ്സുകാരൻ പുതിയ സാമ്രാജ്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് കൂടുതൽ ആ പ്രവർത്തന മേഖല വ്യാപിച്ചു വരുന്നത് വലിയ അച്ചീവ്മെൻ്റാണ്. അത് നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറഞ്ഞത്. ഈ പുതുവർഷ ആരംഭത്തിൽ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉറപ്പായിട്ടും നടക്കും. നല്ല രീതിയിൽ നേട്ടങ്ങളിലേക്ക് എത്താനുള്ള വഴിയൊരുങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി തന്നെ കിട്ടും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചാൽ അതും സാധിക്കുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങൾ ശ്രദ്ധിച്ചു മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു കാര്യം പറയാനുണ്ട്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ശമ്പള വർധനവ്, സാമ്പത്തിക പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക, ആഗ്രഹിക്കുന്നത് പോലെ നല്ല വാസസ്ഥലം, ഇതിനെല്ലാം നിങ്ങൾക്ക് അവസരം വരികയാണ്. അന്നേരം അതെല്ലാം സാധിക്കും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല പുരോഗതി കിട്ടും. ആ മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും നിങ്ങൾക്ക് ആ മേഖലയിൽ കൂടുതൽ ഭംഗിയായി ചുവടുറപ്പിക്കുന്നതിനും സാധിക്കും. നിങ്ങളുടെ സ്വയം തൊഴിൽ രംഗം കൂടുതൽ വലുതായി വരികയും അതിൽ നിന്ന് സാമ്പത്തികമായി കൂടുതൽ വിപുലമായ നേട്ടം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായി വലിയ നിലയിൽ എത്തിച്ചേരാൻ വേണ്ട ഉന്നത വിദ്യാഗുണം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഉപരിപഠന രംഗത്തും ആഗ്രഹിക്കുന്നത് പോലെ നേട്ടം നിങ്ങൾക്ക് വരുമെന്നാണ് ഈ പറയുന്നത്. നിങ്ങളിൽ വിവാഹ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമാകും. ജീവിതത്തിൽ ഈ പുതുവർഷ ആരംഭത്തിൽ വിവാഹ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് സഫലീകരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിനുവേണ്ടി നല്ല ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. ഔദ്യോഗിക മേഖലയിൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റങ്ങൾ, സ്ഥാനക്കയറ്റം, അഭിവൃദ്ധി, ഉയർച്ച, പുരോഗതി തുടങ്ങിയ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം ലോണുകൾ എടുത്തിരിക്കുന്നവരൊരു ശ്രദ്ധ കൂടുതലായിട്ട് നൽകേണ്ടതാണ്. ഏതെങ്കിലും കാര്യങ്ങൾക്ക്, ഗൃഹനിർമ്മാണമോ അല്ലെങ്കിൽ കച്ചവട ആവശ്യങ്ങൾക്കോ ഒക്കെ ലോണുകൾ എടുത്ത് മുമ്പോട്ട് പോകുന്നവർ അതിൻ്റെ അടവ്, അതിനെ സംബന്ധിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം അശ്രദ്ധ കൊണ്ട് ഒരു പ്രയാസത്തിലെത്താതെ
നല്ലതുപോലെ നോക്കിക്കൊള്ളുക. വാഹന വായ്പ എടുക്കുന്നവരും ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. ആവശ്യമില്ലാത്ത ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും കാണുന്നുണ്ട്. പൊതുരംഗത്ത് നിങ്ങൾക്ക് അത്ര ഗുണകരമല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ടാകാം. നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന ചില പശ്ചാത്തലങ്ങൾ അനുഭവപ്പെടാം. പൊതുവെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കുറഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. IT ബിസിനസ് മേഖലയിൽ വിവിധ ദേശങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ധൃതിയിൽ ഈ വർഷം ആരംഭത്തിൽ കമ്പനി മാറാനൊന്നും നോക്കരുത്. നിങ്ങൾ വേണ്ടത്ര ആലോചിക്കാതെയും പുതുതായി വരുന്ന സാഹചര്യങ്ങൾ പഠിക്കാതെയും ധൃതിയിൽ കമ്പനി മാറുകയോ ജോലി മാറുകയോ ഒക്കെ ചെയ്യാൻ പരിശ്രമിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടിനും കാരണമാകും. അതുകൊണ്ട് അതൊക്കെ വളരെ കരുതലോടുകൂടി തന്നെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ധൃതി വെക്കരുത്. ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക. അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കണം. ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാൻ നിൽക്കരുത്. മനസ്സിന് പിരിമുറുക്കം കൂട്ടുന്ന അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കണം. എല്ലാവരോടും സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കണം. ശാന്തമായി പെരുമാറി ശീലിക്കണം. യോഗ മെഡിറ്റേഷനൊക്കെ പരിശീലനം ചെയ്യുന്നത് നല്ലതാണ്. കുടുംബപരമായ ക്ഷേത്രങ്ങളോ വെച്ചാരാധനകളോ പുലർത്തുന്നവർ പ്രത്യേകം അത് ശ്രദ്ധിച്ചു വേണ്ടത് മുമ്പോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിതമായ പരിഹാരം കണ്ട് മുമ്പോട്ട് പോകേണ്ടതാണ്.